ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന നയനയുടെയും ആദർശിൻ്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടക്കാം അല്ലേ. അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ നയനയും ആദർശമാണ്. അങ്ങനെ നയനയും ആദർശവും ആ ഒരു തട്ടുകടയിൽ കയറി ഒരു കട്ടൻ കാപ്പിയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നയനയുടെ ഉള്ളിൽ സന്തോഷമൊന്നുമില്ല. കാരണം വേറെ ഒന്നുമല്ല, ഇതെല്ലാം തനിക്ക് വേണ്ടിയല്ല, തൻ്റെ മുത്തശ്ശന് വേണ്ടിയാണ് ചെയ്യുന്നത് എന്ന് ആദർശ് ചെയ്യുന്നത് എന്ന് നയനയ്ക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ എനിക്ക് വേണ്ടി ഇതൊക്കെ ചെയ്തിരുന്നു എങ്കിൽ ഞാൻ എത്രമാത്രം സന്തോഷിച്ചേനെ എന്നൊക്കെ മനസ്സിലിങ്ങനെ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ ആദർശ് ചോദിക്കുകയും ചെയ്തു, എന്താ നീ മനസ്സിലെന്താ ഓർക്കണത്, എന്താ നിനക്ക് പറ്റിയത്, എന്തോ ചിന്തിച്ച പോലെ തോന്നുന്നുണ്ടല്ലോ എന്നൊക്കെ ചോദിച്ചു. ഏതായാലും ആ ഒരു സീനൊക്കെ കഴിഞ്ഞു. പിന്നെ കാണിക്കുന്ന സീനെന്ന് പറഞ്ഞാൽ സമയം രാവിലെ ആകുവാണ് കേട്ടോ. അപ്പോൾ രാവിലെ ആകുന്നത് കൊണ്ട് തന്നെ നമ്മുടെ നയനയ്ക്ക് ആദർശിന് ചെറിയൊരു പേടിയുണ്ട്. അപ്പോൾ ആദർശ് പറഞ്ഞു, ദേ നേരം വെളുത്തു തുടങ്ങി, നമുക്ക് വീട്ടിൽ പോകേണ്ടതെന്ന് ചോദിച്ചു. എന്തിനാ ഇപ്പോഴേ വീട്ടിൽ പോകുന്നത്, ദേ ഇപ്പം ചെന്ന് കയറി കഴിഞ്ഞാൽ അത് ശരിയാവില്ല, നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പോകാം എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും നീ ഇങ്ങനെ സമയം നീട്ടി കൊണ്ടുപോയി രാവിലെ ആകുമ്പോഴത്തേക്കും നമ്മൾ കയറി ചെന്നാൽ എല്ലാവരും കാണുമെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും കണ്ടോട്ടെ, അതിനിപ്പോൾ എന്താ കുഴപ്പം, ഞാൻ വേറെ ആരുടെയും കൂടെ അല്ലല്ലോ, എൻ്റെ ഭർത്താവിൻ്റെ കൂടെയല്ലേ പുറത്ത് പോയത്, അതിനിപ്പോൾ എന്താ നിങ്ങൾക്ക് കുഴപ്പം, എൻ്റെ പൊന്ന് ആദർശേട്ടാ നിങ്ങൾ ഇപ്പോഴും ഉണ്ടല്ലോ അമ്മേനെ പേടിച്ച് ജീവിക്കാതെ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അമ്മേനെ പേടിച്ച് ഞാൻ ജീവിക്കും, കാരണം അമ്മ എനിക്ക് എല്ലാമാണ്, ഞാൻ നിന്നോട് പറഞ്ഞല്ലോ, അതുകൊണ്ട് നീ അമ്മയുടെ കാര്യം ഇവിടെ എടുത്തിടരുത്, അതെനിക്ക് ഇഷ്ടപ്പെടില്ലെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും നമ്മുടെ നയനെ അങ്ങ് വായടച്ചു കേട്ടോ. ഇതേ സമയം ആയിക്കോട്ടെ നമ്മുടെ കനകദുർഗയാണെങ്കിൽ തണുത്ത് വിറച്ച് കിടക്കുകയാണ് കേട്ടോ. തണുത്ത് വിറയ്ക്കുക എന്ന് പറഞ്ഞാൽ AC ആണെങ്കിൽ കൂട്ടിയിട്ടേക്കുന്നത് നമ്മുടെ കനകദുർഗയ്ക്ക് സഹിക്കാൻ പറ്റുന്നില്ല, അത്രമാത്രം തണുക്കുകയാണ്. കനകദുർഗ എന്താ പുതപ്പൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മുടെ ജലജയുടെ പട്ടുസാരിയൊക്കെ എടുത്ത് പുതച്ചാണ് കിടക്കുന്നത്, വേറെ നിവർത്തിയില്ലല്ലോ. അങ്ങനെ ഏകദേശം നേരമൊക്കെ വെളുത്തപ്പോഴത്തേക്കും നമ്മുടെ ജലജയാണെങ്കിൽ അവൾ ഇന്നലെ ഉറങ്ങിക്കാണില്ല, അവൾ ഇന്നലെ തണുത്ത് വിറച്ച് ഇപ്പം അവൾ ഇവിടെ നിന്ന് ഓടിപ്പോയി കാണുമെന്ന് പറഞ്ഞ് പതുക്കെ കട്ടിലേന്ന് എണീറ്റ് ഇങ്ങനെ സൈഡ് തിരിഞ്ഞ് നോക്കിയപ്പോഴത്തേക്കും നമ്മുടെ കനകദുർഗ നല്ലതുപോലെ കൂർക്കം വലിച്ച് കിടന്ന് ഉറങ്ങുകയാണ് കേട്ടോ. നോക്കിയപ്പോഴത്തേക്കും പട്ടുസാരി എല്ലാം കൂടെ എടുത്ത് പുതച്ചേക്കുക ജലജയുടെ, വേറെ നിവർത്തിയില്ല, വേറെ പുതയ്ക്കാനൊന്നും ഇല്ലല്ലോ, പുതയ്ക്കാൻ കൊടുത്തില്ല. അപ്പം പിന്നെ അവിടെ ഷെൽഫിലിരുന്ന പട്ടുസാരി എല്ലാം കൂടെ എടുത്ത് പുതച്ചു. പെട്ടെന്ന് നമ്മുടെ ജലജ നോക്കിയപ്പോഴത്തേക്കും സാരിയൊക്കെ പുതച്ച് കിടക്കുകയാണ്. ജലജയ്ക്ക് കാലി വന്നിട്ട്, അതേ കനകദുർഗേ എണീറ്റേ, നിങ്ങൾ എന്ത് പണിയായി കാണിക്കുന്നത്, ദൈവമേ ഇതൊക്കെ എത്ര രൂപയുടെ സാരിയാണെന്ന് നിങ്ങൾക്ക് അറിയാമോ എന്ന് ചോദിച്ചു. അങ്ങനെ കനകദുർഗ ആദ്യം ഒന്നും എണീറ്റില്ല കേട്ടോ. പിന്നെ പതുക്കെ നേരം വെളുത്തോ, ഏതായാലും ഇന്നലെ പകുതി നേരം ഞാൻ ഉറങ്ങിയില്ല, ഇപ്പോഴേതായാലും എൻ്റെ പൊന്ന് അഭിയുടെ അമ്മയെ ഞാനൊന്ന് ഉറങ്ങിയത്, കുറച്ചും കൂടി ഉറങ്ങട്ടെ, നല്ല സുഖമുണ്ടെന്ന് പറഞ്ഞ് കിടക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും ഇത് നിങ്ങൾ ആരോട് ചോദിച്ചിട്ടാണ് എടുത്തത്, ഈ പട്ടുസാരിയൊക്കെ എത്ര രൂപയുടെയാണെന്ന് നിങ്ങൾക്ക് അറിയാമോ എന്ന് ചോദിച്ചു. അത് പിന്നെ ഇന്നലെ ഞാനിവിടെ തണുത്ത് വിറച്ച് കിടക്കുമായിരുന്നു, എൻ്റെ പൊന്ന് അഭിയുടെ അമ്മയ്ക്ക് ഒരു പുതപ്പ് തരുമായിരുന്നെങ്കിൽ ഞാനിതൊന്നും എടുത്ത് പുതയ്ക്കില്ലായിരുന്നല്ലോ, എനിക്ക് പിന്നെ വിറച്ചിട്ട് ഉറങ്ങാൻ കൂടി പറ്റുന്നില്ലായിരുന്നു, അതുപോലെയുള്ള തണുപ്പായിരുന്നു, അതുകൊണ്ടാണ് ഇന്നലെ ഞാൻ കുറേ നേരം അഭിയുടെ അമ്മേനെ വിളിക്കാൻ നോക്കി, എന്നിട്ടൊന്നും അഭിയുടെ അമ്മ എണീറ്റില്ല. അതെ എങ്കിൽ പിന്നെ ഇവിടെ കിടക്കാൻ ഇഷ്ടമല്ലായിരുന്നെങ്കിൽ ഇവിടെ AC റൂമല്ലേ, എങ്കിൽ പിന്നെ പുറത്ത് പോയി കിടക്കത്തില്ലായിരുന്നോ, ഞാൻ പുറത്ത് പോയി കിടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അഭിയുടെ അമ്മയ്ക്ക് തന്നെയാണ് കുഴപ്പം, ഇവിടുത്തെ മുത്തശ്ശനും മുത്തശ്ശിക്കും ഇഷ്ടപ്പെടില്ല എന്നറിയാലോ, അച്ഛനും അമ്മയും അത് സമ്മതിക്കില്ല എന്നറിയാലോ, അച്ഛനും അമ്മയെ സമ്മതിക്കില്ല, അതുകൊണ്ടാണല്ലോ ഇപ്പം എല്ലാം മാറണം കൂടി ഇങ്ങോട്ട് കയറി വന്നിരിക്കുന്നത്, ഏതായാലും എണീറ്റ് പോകാൻ പറഞ്ഞു നമ്മുടെ കനകദുർഗയോട്. കനകദുർഗ പതുക്കെ അവിടെ നിന്ന് സാരിയൊക്കെ മാറ്റി എണീറ്റ് പോയി. ഏതായാലും നേരം പരപരാ വെളുത്തു, എല്ലാവരും ആ ഒരു ഹോളിലൊക്കെ വന്നിരിക്കുകയാണ്. അപ്പോഴത്തേക്കും കോഫിയൊക്കെ കൊണ്ടുവരുന്ന സമയമായിട്ടും നമ്മുടെ നയനയെ കാണുന്നില്ല. അപ്പം നയനയെ കാണാത്തത് കൊണ്ട് തന്നെ കോഫി കിട്ടിയില്ലല്ലോ. കോഫി കിട്ടാത്തത് കൊണ്ട് തന്നെ അവിടെ എല്ലാവരും നയനയെ തിരക്കാൻ തുടങ്ങി. ആദ്യം തന്നെ അനിയുടെ അമ്മയാണെങ്കിൽ, അല്ല നയനമോൾ ഇന്ന് എണീറ്റില്ലേ, നയനമോളെ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞ് അവിടെ അന്വേഷിച്ച് നടക്കുകയാണ്. അപ്പം നമ്മുടെ ജലജയും വന്നു, അതിനോടൊപ്പം തന്നെ ദേവയാനിയും വന്നു. ദേവയാനി വന്നിട്ട് പറഞ്ഞു, അല്ലെങ്കിലും അവളെ കാണുന്നില്ലല്ലോ, അവളിന്ന് രാവിലെ കോഫിയായിട്ട് വരുന്ന, അവളെ കുറച്ച് ദിവസമായിട്ട് അവൾക്കിപ്പം പഴയതുപോലെയൊന്നും അല്ല, ഇനിയിപ്പം കിടന്ന് ഉറങ്ങുമായിരിക്കും സുഖിച്ച് എന്ന് ജലജയും പറഞ്ഞു, ദേവയാനിയും പറഞ്ഞു. ദേവയാനിയും ജലജയും ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതേ സമയം ആയിക്കോട്ടെ നമ്മുടെ ആദർശും നയനിയും വീടിൻ്റെ മുറ്റത്ത് വന്ന് നിൽക്കുകയാണ്. വീടിൻ്റെ മുറ്റത്ത് വന്നു. ആദർശിനകത്തേക്ക് കയറാൻ പേടി, ഇത്ര രാവിലെ ആയതുകൊണ്ട് തന്നെ അകത്ത് ഹോളിൽ എല്ലാവരും കാണും, എല്ലാവരും അവിടെ ഉണ്ടായിരിക്കും, നമ്മൾ അകത്ത് കയറി ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നയന സ്മെല്ല് വരൂല്ലേ ഇതിൻ്റെ, അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് പേടിയാവുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മുടെ ആദർശ് അവിടെ നിൽക്കുന്നത്. അപ്പം നയന് പറഞ്ഞു, പേടിച്ച് നിന്നിട്ട് കാര്യമൊന്നുമില്ല, അവിടെ ആരും കാണില്ല, നമുക്ക് കയറി പോകാമെന്ന് പറഞ്ഞ് അവരകത്ത് കയറി ചെല്ലാൻ തുടങ്ങിയപ്പോഴത്തേക്കും കനകദുർഗ മോളിൽ നിന്ന് ഈ സീന് കണ്ടു, ഇവർ രണ്ടും കൂടെ ബൈക്കിൽ വന്നിങ്ങ് ഇറങ്ങുന്നത്.
ഇത് കണ്ടപ്പോഴത്തേക്കും കനകദുർഗയ്ക്ക് ഒത്തിരി സന്തോഷമായി. കനകദുർഗ ഓടി വന്നിട്ട് മോളെ നീ എവിടെ പോയതായിരുന്നു എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അത് ഞങ്ങൾ രാത്രി ഇന്ന് ചുമ്മാ കറങ്ങാൻ പോയതായിരുന്നു എന്ന് പറയുമ്പം ആണോ, ഓ ഏതായാലും ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് സന്തോഷമാകുന്നത്. നിങ്ങൾ രാത്രി കറങ്ങാൻ പോയല്ലേ, ഇങ്ങനെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് പോകണം മോളെ, മോക്കിപ്പോൾ സന്തോഷമായല്ലോ, മോൾക്കിപ്പം മോളുടെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു തരുന്നൊരു ഭർത്താവ് മോളുടെ കൂടെ ഉണ്ടല്ലോ, ഇത് തന്നെ ഏറ്റവും വലിയ ഭാഗ്യം എന്നൊക്കെ പറയുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ നയന മനസ്സിൽ വിചാരിക്കാം, ഭയങ്കര ഭാഗ്യമാണ്, എൻ്റെ മനസ്സറിഞ്ഞ് എല്ലാം സാധിച്ചു തരുന്ന എൻ്റെ ഭർത്താവ് എനിക്ക് വേണ്ടിയല്ല മുത്തശ്ശിന് വേണ്ടിയാണ്. പക്ഷേ എന്ത് ചെയ്യാനാ, എൻ്റെ അമ്മേനെ വിഷമിപ്പിക്കേണ്ട, എൻ്റെ അമ്മയൊക്കെ ഇതൊക്കെ കണ്ട് സന്തോഷിക്കുകയാണെങ്കിൽ ഇതൊക്കെ കണ്ട് സന്തോഷിക്കട്ടെ, എന്നെക്കൊണ്ട് വേറൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കാം. അപ്പോഴത്തേക്ക് നമ്മുടെ കനകദുർഗ പറഞ്ഞു, മോളുടെ അച്ഛനും ഇങ്ങനെ തന്നെയായിരുന്നു, എന്നെ രാത്രി സൈക്കിളിൽ ഇങ്ങനെ കറക്കാനൊക്കെ കൊണ്ടുപോകുമായിരുന്നു. ഓ അതൊക്കെ ഒരു കാലം, അതൊക്കെ പോട്ടെ, ഏതായാലും മോൾ കയറി ചെല്ല്, മോളുടെ സന്തോഷമായല്ലോ, നിങ്ങളിങ്ങനെ ജീവിക്കുന്ന കണ്ടാൽ മതി അമ്മയ്ക്കെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കനകദുർഗയ്ക്ക് വല്ലാത്ത സന്തോഷം. ഇതേ സമയം നമ്മുടെ നയന ആദർശിൻ്റെ കൂടെ അകത്തേക്ക് കയറി ചെല്ലാൻ തുടങ്ങുകയാണ്. അപ്പം അവിടെ ഫോൺ വിളി നടന്നുകൊണ്ടിരിക്കുക. ആദർശിനെ ഫോൺ വിളിക്കാൻ തുടങ്ങുകയാണ്. ഇതുവരെ കാണാത്തത് കൊണ്ട് ആദർശിനെ കാണുന്നില്ല, നയനയും കാണുന്നില്ല. അങ്ങനെ ഫോൺ വിളിക്കാൻ എടുത്തത് ജലജ പറഞ്ഞു, വേണ്ട ദേ രണ്ടുപേരും കൂടെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ജലജ നോക്കിയപ്പോഴത്തേക്കും ആ ഒരു അതായത് ചുരിദാറൊക്കെ ഇട്ടാണ് നിൽക്കുന്നത്. അപ്പം മനസ്സിലായി എവിടെയോ കറങ്ങാൻ പോയതാണെന്ന് മനസ്സിലായി. അപ്പം ദേ ലവ് ബേഴ്സ് കയറി വരുന്നുണ്ടല്ലോ, രാത്രി കറങ്ങാൻ പോയതായിരിക്കും അല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഇവരെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ആദർശ് പറഞ്ഞു, അത് പിന്നെ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴത്തേക്കും നയന പറഞ്ഞു, അതെ കറങ്ങാൻ പോയതാ, ആദർശേട്ടന് ഒരേ ഒരു നിർബന്ധം, രാത്രി എന്നെയും കൊണ്ട് കറങ്ങാൻ പോകണമെന്ന് ഈ ആദർശേട്ടൻ നിർബന്ധിച്ചിട്ടാ ഞാനും പോയതെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോഴത്തേക്കും നമ്മുടെ ദേവയാനിക്ക് അങ്ങോട്ട് ദേഷ്യം വന്നു. നമ്മുടെ ആദർശാണെങ്കിൽ നിർബന്ധിച്ചിട്ടൊന്നുമില്ല, നയന കാരണമാണ് ആദർശ് പോയത്. പക്ഷെ അവിടെ ആദർശ് എല്ലാവരുടെയും മുമ്പിൽ കള്ളനാവുകയാണ് കേട്ടോ. അങ്ങനെ പെട്ടെന്ന് അനിയുടെ അമ്മ ഇങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു, ഏതായാലും കൊള്ളാം, എങ്കിലും ഈ ബൈക്ക് എടുത്തുകൊണ്ട് പോയതിൻ്റെ ഉദ്ദേശം എന്താ? ഈ ബൈക്ക് കൊണ്ടുപോകേണ്ട കാര്യമില്ലായിരുന്നല്ലോ, രാത്രിയൊക്കെ അല്ലായിരുന്നോ, സേഫ് അല്ലല്ലോ, കാറിന് പോയാൽ പോരായിരുന്നു എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അതെ ആദർശേട്ടന് ഒരേ ഒരു നിർബന്ധം, അതുകൊണ്ട് ബൈക്കിന് പോയത്, ഞാൻ പറഞ്ഞതാ കാറിന് പോകായിരുന്നു എന്നും ഇങ്ങനെ പറഞ്ഞു നയന. ഇത് ഒന്നുകൂടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ദേവയാനിക്ക് ദേഷ്യം വന്നിട്ട് ദേവയാനി പറഞ്ഞു, ഇവിടെ എന്തൊക്കെ കോപ്രായങ്ങളാണ് കാണുന്നത്, രാത്രി ആരോടും പറയാതെ ചുറ്റിക്കറങ്ങാൻ അങ്ങ് പോകുകയല്ലേ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ജയൻ വന്നിട്ട് ജയൻ പറഞ്ഞു, അതിനിപ്പോൾ എന്താ കുഴപ്പം, അവർ ഭാര്യയും ഭർത്താവും അല്ലേ, അവർ കറങ്ങാൻ പോയെന്ന് ഓർത്തുകൊണ്ട് ഇവിടെ ഒരു കുഴപ്പമില്ല, അവർ കറങ്ങാൻ പോട്ടെ, അവർക്ക് അവരുടേതായ സ്വാതന്ത്ര്യമില്ല എന്നൊക്കെ ചോദിച്ചു. ഏതായാലും അവിടുത്തെ ആ ഒരു വലിയ പ്രശ്നം ഉണ്ടാകുന്നത് അവിടെ അങ്ങോട്ട് ഒതുങ്ങി തീരുവാട്ടോ ചെയ്യുന്നത്. ദേവയാനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല. അപ്പോൾ ദേവയാനി പറഞ്ഞു, ഇവിടെ ആരും ഒരു കോഫി പോലും കുടിച്ചിട്ടില്ലെന്ന് അറിയാമോ എന്ന് ചോദിച്ചപ്പം, അയ്യോ അമ്മേ ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യുക, ഞാൻ ഇപ്പം തന്നെ കാപ്പി ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞുകൊണ്ട് നേരെ കോഫിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി നമ്മുടെ നയനെ പോയി പെട്ടെന്ന് കോഫിയൊക്കെ ഇട്ടുകൊണ്ട് വന്നിട്ട് ദേവയാനിയോട് പറഞ്ഞു, സോറി കേട്ടോ, ഞാൻ ഒരു ദിവസം താമസിച്ച് പോയിട്ട് സോറി എന്ന് പറഞ്ഞപ്പം ഏതും ചെയ്തിട്ട് സോറി പറഞ്ഞാൽ മതിയല്ലോ എന്നിങ്ങനെ പറയാണ്. അപ്പോൾ ഇതിനിടയ്ക്ക് വേറൊരു സംഭവം ഉണ്ടാവുകയാണ് കേട്ടോ. നമ്മുടെ അബിക്ക് ഒരു കോള് വരികയാണ്. അപ്പോൾ അബി രാത്രിയല്ല നേരം വെളുത്തു ഇങ്ങനെ ഉറങ്ങിക്കിടക്കുമ്പോഴത്തേക്കും കോള് വരുന്നു. കോള് വന്നിട്ട് അബി പെട്ടെന്ന് കോളും എടുത്തുകൊണ്ട് വെളിയിലേക്ക് പോവുകയാണ്. അപ്പം വേറെ ആരുമല്ല വിളിക്കുന്നത്, നമ്മുടെ ഗുണ്ടയാണ് കേട്ടോ. അപ്പം ഗുണ്ട എന്ന് പറഞ്ഞാൽ നവ്യനെ തട്ടിക്കൊണ്ട് പോകാൻ ഏൽപ്പിച്ചല്ലോ ആ ഗുണ്ട. അങ്ങനെ ആ ഗുണ്ട വിളിച്ചിട്ട് പറയുക, ദേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, മര്യാദയ്ക്ക് ഞങ്ങളെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറക്കിക്കോണം, ജയിലിൽ നിന്ന് ഇറക്കിക്കോണം, നിങ്ങൾക്ക് വേണ്ടി ഇപ്പം ജയിലിൽ കിടക്കേണ്ട അവസ്ഥയാണ് ഞങ്ങൾക്കെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അതിന് നീ എന്താ ചെയ്തത്, നീ വലിയൊരു കന്നന്തിരിവ് തന്നെയല്ലേ കാണിച്ചത്? അല്ല എന്ത് കന്നന്തിരിവ് കാണിച്ചെന്നാ എൻ്റെ പൊന്നു സാറി പറയുന്നത്? ഞാൻ പറഞ്ഞത് അവളെ കൊണ്ടുപോയി കൊല്ലാനല്ലേ, നീ എന്തിനാ അവളെ കല്യാണം കഴിക്കാൻ തുടങ്ങിയത്? അത് പിന്നെ എനിക്ക് ജിലേബീനെ അത്രയ്ക്ക് ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ അവളെ കല്യാണം കഴിക്കാൻ തുടങ്ങിയത്. അവളെയൊക്കെ എങ്ങനെയാണ് കൊന്നു കളയുന്നത്? ആ മുഖത്ത് നോക്കി അവളൊക്കെ കൊന്നു കളയാൻ തോന്നുമോ? അതും കൊണ്ട് ഞാൻ പറയാം, ദേ ഇതൊക്കെ റെക്കോർഡാകുന്നുണ്ട് എൻ്റെ ഫോണിൽ, ഞാനിപ്പം ജയിലിൽ നിന്ന് ഒരു ഉദ്യോഗസ്ഥനെ ചാക്കിലാക്കിയിട്ട് വിളിക്കണതാണ്, അതുകൊണ്ട് ഇതൊക്കെ ഈ ഫോണിൽ റെക്കോർഡാകുന്നുണ്ട്, അത് ഒന്ന് ഓർത്ത് നോക്കിക്കോ. ഞങ്ങൾ ഇവിടുന്ന് എത്രയും പെട്ടെന്ന് ഇറക്കിയില്ലെങ്കിൽ അത് നിങ്ങൾക്ക് തന്നെയായിരിക്കും ദോഷം എന്ന് പറഞ്ഞ് ഫോണും കട്ട് ചെയ്തു. ഇത് നവ്യ ഇങ്ങനെ ഒളിഞ്ഞു മാറി നിന്ന് എന്തൊക്കെയോ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്, പക്ഷെ കേൾക്കുന്നില്ലെന്നും. അപ്പം നവ്യ ചോദിച്ചു, എന്താ ആരാ വിളിച്ചതെന്ന് ചോദിച്ചപ്പം അത് പിന്നെ ഒരു പരിചയക്കാരൻ വിളിച്ചതെന്ന് പറഞ്ഞു. ഈ വെളുപ്പാങ്കാലത്ത് ഏത് പരിചയക്കാരനാണ് വിളിക്കുന്നത്? അത് പിന്നെ ഒരു പരിചയക്കാരൻ, നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലെന്ന് പറഞ്ഞപ്പം, അല്ല അബിയുടെ മുഖത്തെ ആ ടെൻഷനൊക്കെ കണ്ടിട്ട് എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. എനിക്കൊരു പ്രശ്നമില്ല, നീ ഒന്ന് പ്രശ്നം ഉണ്ടാക്കാതിരുന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അബി ഒഴിഞ്ഞു മാറുകയാണ്. പക്ഷേ നവ്യയ്ക്ക് മനസ്സിലായി എന്തോ വലിയൊരു പ്രശ്നം തന്നെ ഉണ്ടെന്ന് നമ്മുടെ നവ്യയ്ക്ക് മനസ്സിലായി കേട്ടോ. അപ്പം ഇതതിൻ്റെ ഇടയിൽ കാണിക്കുന്ന ഒരു സീനാണ്. ഇതിന് ശേഷം നമ്മുടെ
നയനയെ കൊണ്ട് ആ കിച്ചണിലെ ജോലിയൊക്കെ ചെയ്യിപ്പിക്കുകയാണ് ദേവയാനിയാണെങ്കിൽ അവിടുത്തെ ജോലിക്കാരിനെ പറഞ്ഞു വിട്ടത് കൊണ്ട് തന്നെ അവിടെ എല്ലാ ജോലിയും ചെയ്യേണ്ട ഒരു അവസ്ഥ വരികയാണ്. അപ്പം മുത്തശ്ശിയും പറയുന്നുമുണ്ട്, നയനമോള് പമ്പരം പോലെ എല്ലാം കറങ്ങി നടന്ന് പെട്ടെന്ന് ജോലി ചെയ്ത് തീർക്കുന്നുണ്ട്. ഏതായാലും അവൾ ഈ കുടുംബത്തിൻ്റെ ഐശ്വര്യം തന്നെയാണെന്ന് മുത്തശ്ശനും പറയുന്നുണ്ട്. പക്ഷേ കനകദുർഗ ഇത് കാണുമ്പോൾ വല്ലാതെ അങ്ങ് ഷോക്കാകുകയാണ്. എല്ലാവരും അവിടെ ഹോളിലിരിക്കുകയും നമ്മുടെ നയന മാത്രം അടുക്കളയിൽ ജോലി ചെയ്യുകയും ചെയ്യുന്നു. അപ്പം അനിയുടെ അമ്മയാണെങ്കിൽ ഇങ്ങനെ മനസ്സിലിങ്ങനെ വിചാരിക്കുക, പാവം മനഃപൂർവ്വമാണ് ഏടത്തി ആ ജോലിക്കാരീനെ പറഞ്ഞു വിട്ടത്, പാവം ഒറ്റയ്ക്കാണല്ലോ പണി ചെയ്യുന്നത്, പക്ഷേ പോയി പണി ചെയ്യാൻ സഹായിച്ചു കഴിഞ്ഞാൽ ഏടത്തി അത് വലിയ പ്രശ്നം ഉണ്ടാക്കും, അതുകൊണ്ട് എനിക്ക് സഹായിക്കാനും പറ്റുന്നില്ലല്ലോ എന്ന് അനിയുടെ അമ്മ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ നമ്മുടെ നയനയ്ക്ക് ഇതൊന്നും വലിയതൊന്നും അല്ല. നയന ആരെയും മൈൻഡൊന്നും ചെയ്യുന്നില്ല. നയന നല്ല രീതിയിൽ തന്നെ അവിടെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പം കനകദുർഗയ്ക്ക് സഹിക്കുന്നില്ലല്ലോ. കനകദുർഗയാണെങ്കിൽ വേഗം ചെന്ന് സഹായിക്കാൻ തുടങ്ങുകയാണ്. മോള് മാറി നിൽക്കുക, അമ്മ ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് സഹായിക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും ദേവയാനി പെട്ടെന്ന് കനകദുർഗ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് കേട്ടോ. അപ്പം കനകദുർഗ പേടിച്ചു പോവാം. വേറൊന്നിനുമല്ല, കനകദുർഗയോട് പറയുകയാണ്, നീ ഇവിടെ സഹായിക്കേണ്ട കാര്യമില്ല, കാരണം അവൾ ഇവിടുത്തെ മരുമകളാണ്, അതുകൊണ്ട് നീ ഇപ്പം ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറൊരു ദിവസം അവളെ സഹായിക്കാൻ വേറെ ആരെങ്കിലും ഉണ്ടോ? ആരുമില്ലല്ലോ, അതുകൊണ്ട് അവൾ തന്നെ ജോലിയെല്ലാം ചെയ്താൽ മതി എന്നിങ്ങനെ ഓർഡർ ചെയ്യാണ് കേട്ടോ. കനകദുർഗ വല്ലാണ്ട് അങ്ങ് ആകുകയാണ്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻസ് ഒക്കെ കാണിച്ചാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക. കൂടെ നമ്മുടെ ഒരു പുതിയ ചാനൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ കമൻറ്റ് ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം. വ്ളോഗ്സ് ഒക്കെ ചെയ്യുന്ന ഒരു ചാനലാണ്. നമ്മൾ കഥകളൊന്നും അതിലിടുന്നില്ല, വ്ളോഗ്സ് ഒക്കെ മാത്രമേ ഇടുന്നുള്ളൂ. വ്ളോഗും കുറച്ച് ഷോർട്ട് വീഡിയോസൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. അപ്പം കുറേ പേരൊക്കെ ഇങ്ങനെ വ്ളോഗ് തുടങ്ങാമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഒരു ചെറിയ വ്ളോഗ് ചാനൽ തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വിശേഷങ്ങൾ കേൾക്കാനൊക്കെ ആഗ്രഹമുള്ളവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം കേട്ടോ. ഞാൻ കമൻറ്റ് ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം. ഒന്ന് പോയി നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത വിശേഷമായിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.